സാഹിബിന്റെ കാലം തൊട്ട് തുടങ്ങിയതാ ഞാനിതിന്റെ മേൽനോട്ടം. ഓ ബോംബെയിൽ ഏതോ ഒരു അനന്തൻ നമ്പ്യാരി ഈ ബംഗ്ലാവ് എടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ കരുതിയതാ തുണിമണികളൊക്കെ എടുത്ത് ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും. ഓപ്പണായിട്ട് പറഞ്ഞ സാഹിബ് ഇവിടെ തന്നെ നിന്നോളം പറഞ്ഞപ്പോഴാ മനസ്സ് സമാധാനമായത്. അല്ല ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി ഇവിടെ ഉണ്ടാവുമോ? എത്രയും പെട്ടെന്ന് ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകണം. അവിടെയാകുമ്പോൾ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുമെന്നാ ഡോക്ടർമാര് പറയുന്നത്. അത് ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ നമ്പ്യാർ സാർ സമ്മതിക്കണ്ടേ? പോകുന്നതിന് മുമ്പ് ബംഗ്ലാവിലേക്ക് വരണമെന്നൊരൊറ്റ വാശിയാ. എങ്കിൽ പിന്നെ ആകട്ടെ എന്ന് ഞാനും കരുതി. അല്ല ഏതൊരു മകനെ കുറിച്ച് സൂചിപ്പിച്ചല്ലോ, ഇങ്ങോട്ട് വരുന്നുണ്ടോ ആവോ? അതൊരു പഴയ കഥ. പണ്ടെങ്ങാണ്ട് ഉണ്ടായ ഒരു അവിഹിതബന്ധത്തിലെ കുട്ടിയാ. 10-25 കൊല്ലമായി ഒരു ബന്ധവുമില്ലായിരുന്നു. ഇപ്പോ കിടപ്പിലായപ്പോഴാ തോന്നലുണ്ടായത് ചെറുക്കനെ ഒന്ന് കാണണമെന്ന്. ഇത്രയും കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. ഇനി അവൻ വരുവോ ആവോ? അവൻ വരുത്തൊന്നുമില്ലെന്നേ. വഴിയൊക്കെ ഞങ്ങൾക്കറിയാം. അതോർത്ത് മുതലാളി വിഷമിക്കണ്ട. അവന് ജീവനോടെ വേണോ അതോ ശവമായിട്ട് വേണോ? അതോ ജീവശവമായിട്ട് വേണോ? എടാ ശവമേ ജീവനോടെ വേണം. ഒന്നിട്ടെന്തിനാ കെട്ടിയൊരുക്കി ഷോക്കേസ് വെക്കാനോ? അവനെ കൂട്ടിക്കൊണ്ടുവരാൻ കൈമ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അയാളുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ പിന്നതേ ഗോവിന്ദ. അതുകൊണ്ട് ഇരി ചെവി അറിയാതെ അവനെ പൊക്കണം, ഇവിടെ കൊണ്ടുവരണം. അതവനെ കണ്ടാൽ അറിയണ്ടേ? ഓ അത് ശരിയാണല്ലോ. അതിനൊരു വഴിയുണ്ട്. അവൻ ഇറങ്ങി വരുമ്പോൾ അവനോട് പേര് ചോദിക്കുന്നു. അവൻ കുട്ടിക്കൃഷ്ണൻ എന്ന് പറയുന്നു. അവനെ നമ്മൾ കൈയോടെ പൊക്കുന്നു. മിടുക്കൻ മിടുക്കൻ. കൈകോട് വെച്ച് കീറിഞ്ഞ് മണ്ടത്തരം പറയാനാ കഴുത. അതാണ് മുതലാളി. വഴിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവന്റെ പേരെഴുതിയൊരു ബോർഡും പിടിച്ച് ചുമ്മാ അങ്ങ് നിന്നാ മതി. അവൻ താനെ വന്ന് വീണോളൂ. ഏറ്റു മുതലാളി ഏക്കണം. അതിനാ കാശും മുടക്കി നിന്നെയൊക്കെ ബോംബെന്ന് കെട്ടിയെടുത്തിരിക്കുന്നത്. വണ്ടി വരാൻ സമയമായി. ഹറിയപ്പ് ലിഞ്ചു. കമോൺ കമോൺ. ഒന്ന് മാറിയൊക്കെ ഈ ബാഗിൽ വിളിച്ചോളൂ. ഞാനൊന്ന് മൂത്ത് ഒഴിച്ചിട്ട് വരാം. അല്ല നേഴ്സിംഗ് ബിസിനസ്സുകാരനാണല്ലേ? ഓടി രക്ഷപ്പെടാമെന്ന് കരുതോടാ റാസ്കൽ. അതിനിടയ്ക്ക് അവൻ പോക്കറ്റിലും കയറ്റി. ഞാൻ ഓ ഒരു സത്യസന്ധൻ. പോക്കറ്റ് ചതിവാണ്. അഡ്ജസ്റ്റ് ചെയ്യുന്നു. പോകാം. അകത്തെടുത്തോളൂ. ഹലോ. കൊടുക്കാം. ഹലോ എടാ കുട്ടികൃഷ്ണ, ഇത് ഞാൻ അംബുജാക്ഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നാ.
നന്ദിനിക്കുട്ടിയില്ലേ അടുത്ത്? ആ കൊടുക്കാം. ഹലോ ഹലോ, ആ എത്ര നേരമെന്നറിയാ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എന്താ വൈകിയത്? ട്രെയിൻ ഇപ്പൊ എത്തേ ഉള്ളൂ. ഇറങ്ങിയ ഉടനെ തന്നെ അങ്ങോട്ട് വിളിക്കായിരുന്നു. അമ്മ എന്ത് പറയുന്നു? അവിടെ തന്നെ ഉണ്ടാവാൻ നീയ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഞാൻ പിന്നെ വിളിക്കാം. കുട്ടിക്ക് ഞാൻ പിന്നെ വിളിക്കാം. കുട്ടിക്ക് ഞാനാ അത് കുട്ടിക്ക് ഞാനാ കുട്ടിക്ക് ഞാനാ കുട്ടിക്ക് ഞാനാ എന്താണ് നിങ്ങൾ കാര്യം പറയാം. എന്റെ പൊന്നുമോ കുറച്ച് അതിനകത്തിരി. കൃഷ്ണൻ അത് തന്നെ. അവിടെ എന്റെ കുട്ടീഷ ഇതുവരെ എവിടെയായിരുന്നു? എത്ര നേരം ഞാനിത് നോക്കി പിടിച്ച് നടക്കണമെന്ന് അറിയാവോ? നല്ല കാലത്തിന് ഈ ബാഗ് പേരുള്ളത് കൊണ്ട് ആളെ പിടിച്ചു. ഏതായാലും എന്റെ പൊന്നു മോൻ അച്ഛനെ കാണാൻ വന്നല്ലോ. സന്തോഷമായി. എന്താ മോനെ ഇത്? ഇവിടെ നോക്കുക, ഞാൻ ഡാഡിയല്ല. ഡാഡി വീട്ടിലുണ്ട്. ഓപ്പണായിട്ട് പറഞ്ഞാ ഞാൻ ഇന്ന് വരെ ഡാഡി ആയിട്ടില്ല. വരും, നമുക്ക് ബംഗ്ലാവിലേക്ക് പോവാ. ഡാഡി അവിടെ കാത്തിരിപ്പുണ്ട്. അല്ല എന്താ മോനെ ഇങ്ങനെ കുഴിഞ്ഞിറക്കണം? അത് പോട്ട് അതൊക്കെ നമുക്ക് മാറ്റാം. വരും വലിയ അതാണ് നമ്മുടെ കാറ്. വലിയ 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 എന്ത് പറ്റി? വീണ്ടും വേദന വന്നു. അത് സാരമില്ല, നമുക്ക് ആട വൈദ്യനെ കാണിക്കാം. അല്ലെങ്കിൽ ആയി വൈദ്യം ഉണ്ടാക്കി കാണില്ലേ.